നമസ്കാരം. കോമഡി മസാലയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ കാണികളായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ അതിഥികളായ രണ്ട് താരങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. നെൽസൺ ശൂരനാട് ആൻഡ് ഉല്ലാസ് പന്തളം. യെസ്, അങ്ങനെ രണ്ടുപേരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്നാ പിന്നെ അയ്യോ ചുമ്മാ വെറുതെ ഇങ്ങനെ കിതച്ച് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കഥപ്പൂല്ല, വെറുതെ ഇവിടെ വന്ന് നിന്നു പോയി, അത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായി അഭിനയിക്കുന്നുണ്ട്. ഡാൻസ് നല്ല കട്ട്, ഭയങ്കര ഇപ്പൊ സ്റ്റെപ്പ് കൂടി വരുന്നു. അതിന്റെ ഒരു ഇനി അങ്ങനെയാ, പണിയെടുത്താലേ ഇനി പൈസ തരുള്ളൂ എന്ന് പറയുന്നത്. ഇഷ്ടികക്കളത്തിൽ ചെളി കുഴയ്ക്കുന്ന പോലുള്ള സ്റ്റെപ്പുകളാണ്. അതുകൊണ്ടായിരിക്കും ഇഷ്ടികയുടെ കളറുള്ള ഉടുപ്പൊക്കെ ഇട്ട് വന്നത്. അശ്വതി മെച്ചപ്പെടുന്നുണ്ട്. ഒരുപാട് മെച്ചമായി ഈ ഇടയായിട്ട്. ആരൊക്കെയാ കൂട്ടുകെട്ട്? അത് വീട്ടുകാരും എന്നോട് പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകെട്ട് ഈടായിട്ട് ശരിയല്ല, നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ്. അപ്പൊ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. ഓക്കെ, പ്ലീസ്. വ്യത്യസ്തമായ ഒരു സ്കിറ്റുമായി ബാഹുബലി 3യുടെ സ്പൂഫുമായി എത്തുകയാണ് ടീം കോമഡി കിങ്സ്. ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ വിസ്മയം എസ് രാജമൗലി ഒരുക്കിയ ബാഹുബലി വിവിധ ഭാഷകളിലായി പ്രേക്ഷക ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ച ബാഹുബലിയുടെ സിനിമ സ്പൂഫ് ബാഹുബലി 3. കാട്ടാക്കട ഗർവാസി സാഷാൻ ആൻഡ് ടീം പ്രസൻസ് ബാഹുബലി. ഇന്നെന്തേലൊക്കെ നടക്കും. തള്ളെ വെട്ടിപ്പിരിക്കണ്, ഒരു ധൈര്യത്തിനെതിരിക്കട്ടെ. ബിജാവരിലെത്തി പോലെ എണ്ണ ഒഴിക്കേയില്ല. പെണ്ണെന്നില്ല ഇവിടെ. കഴുപ്പണം കെട്ട പൈല് വീടിന് തീ പിടിച്ചേ. വെടിപ്പൊരക്ക് തീ പിടിച്ചാ രക്ഷപ്പെടാൻ പറ്റുമോ മാമ? തള്ളെ വലിച്ച് നിന്നെ പല കുളിയാടാൻ ഷെയറുണ്ടോ? ജവാനാണെങ്കിൽ ഞാൻ റെഡി. തള്ളേ കൊള്ള, നല്ല പൊളപ്പൻ ഡാൻസ്. നസക്ക് വിട്, ഇരിക്കട്ടെ ഓരോ കിഴികള്. എന്നാ പിടിക്ക് നിങ്ങളുടെ കിഴി. ഇതിൽ എത്ര പൊന്മണമുണ്ട്? 9 ഇവിടെ കിടന്ന് ആടി ഊപ്പാട് വന്നതല്ലേ. ഈ ഞവരക്കിഴി കൊണ്ട് നസക്ക് വിട്. പെണ്ണെ കൊണ്ടു ചാവ് പിടിക്കാൻ പുല്ലേ. അങ്ങനെ പ്രഭു, ഒരു സംശയം. ബാഹുബലി ആണോ അങ്ങയുടെ മോനാണോ അടുത്ത രാജാവ്? എന്റെ മകൻ. നിങ്ങളെ മോനോ? എന്നിട്ട് അവ എവിടെ? പറയും പോലെ എന്റെ തന്തലോട്ട് ചെറുക്കൻ എവിടെ പോയി തൊലഞ്ഞു കിടക്കണം. ഇവിടെ അല്പം സമയം കിട്ടിയ ശിവമാമി ആ ചെറുക്കനെ രാജാവാക്കാൻ നോക്കണം. ഏരണം കേട്ട വാപ്പിളി പയല്. ഈ പോക്ക് പോവുകയാണെങ്കിൽ മക്കൾ മതി രാജ്യം തൊലയും. യൗമാര് തൊലയ്ക്കും. വല്ലാലദേവൻ വരെ നേരമായി. ആ കുഴലെടുത്ത് ഊതിയാണ്. ശരിയാവൂല. ഇടേ ശരിയാ. ഇന്നലെ കഴിച്ച ഫുഡ് ഇച്ചിരി വിഷയമാണ്. ഒരു ഊത്തിന് 2 ശബ്ദം കേൾക്കും. എന്നാ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. ശിവമാമി അമ്മച്ചിരെ ആദ്യത്തെ സന്തതി, ആദ്യത്തെ മോയ് വല്ലാലദേവൻ ആ പൈലുതാ എഴുന്നള്ളടേ. എന്റെ മകൻ പല്ലിലുള്ളു. ആരുടെ വായിക്കൊള്ളാത്ത പേരിട്ടത്? അങ്ങ് തന്നെയാണ് ഇട്ടത്. എന്നാ ഇറങ്ങി പോയണ്ട മോനെ പല്ല. നീ എവിടെയായിരുന്നു? ഈ രാജ്യത്ത് നിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, അറിയാമോ? അച്ഛൻ പേടിക്കണ്ട, ഞാനിപ്പോൾ സേഫ് ലാൻഡിലാണ്. ഓഹോ, പാസ്പോർട്ട് ഇല്ലാത്ത നീ എപ്പോ അവിടെ എത്തി? സേഫ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത സ്ഥിതിയിലെന്നാണ്. അങ്ങനെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്തിനടാ? ഞാൻ വരുന്ന വഴിക്ക് ഒരു മീൻ ചട്ടി പൊട്ടിച്ചു. ഒരു മീൻ ചട്ടിയല്ലേ വിട്ടുകളാ? 4000 രൂപ മീൻ ചട്ടിയാണ് ഞാൻ പൊട്ടിച്ചത്. ദ്രോഹി, അക്കരയും പൊട്ടിച്ചിട്ട് മീൻ ചട്ടി എന്നാ? നിങ്ങൾ അറിഞ്ഞ ആ കള്ളക്കളവിയ ബാബുവിനെ രാജാവാക്കാൻ നോക്കണം. അതിനൊന്നും നീ പേടിക്കണ്ട. ഈ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേടാ ഭല്ല. അയ്യാടാ, നന്നായിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് മൂലക്കുരു അർച്ചസും അല്ലേ? അത് എനിക്ക് കിട്ടിയിട്ട് വേണം ഞാൻ കിടന്ന് നിരയിക്കാൻ. ഇവിടെ രാജാവാകണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ ഉത്തരം പറയാമോ? ഭയങ്കര ബുദ്ധിയാണ്. അച്ഛൻ ചോദിക്കും. എന്നാ ആദ്യത്തെ ചോദ്യം പിടിച്ചോ. നമ്മുടെ ദേശീയ മൃഗം ഏതാടാ? കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം, കടുവ. പക്ഷെ അതറിയാത്ത ഒരാളുണ്ട് ഈ ലോകത്തിൽ. അതാര്? ആ കടുവ. എങ്ങനെയുണ്ട്
ഞാൻ ജയിച്ചു. നന്നായിച്ചണ്. എന്നാ അടുത്ത ചോദ്യം പിടിച്ചോ. പാൽ, ചെരുപ്പ്, മാംസം ഇതൊക്കെ നമുക്ക് തരുന്ന മൃഗമേത്? അച്ഛൻ. ഞാനോ? ഓ, ഇതെല്ലാം വീട്ടിൽ മാറ്റോണ്ട് പറഞ്ഞ നിങ്ങളല്ലേ പോവാ? അപ്പോൾ ആ മൃഗം അച്ഛൻ. നശക്ക് വിടും ഞാൻ. എന്നെ നസക്കിയാ ഞാനും നസക്കും. കൊല്ലല്ലേടാ മക്കള്. വല്ലാൽ ദേവൻ വിജയിച്ചാലും പിന്നെ നീ പറഞ്ഞ ഓടെ അങ്ങ് വിജയിക്കും. 3 പ്രാവശ്യമാണ് ഇവൻ 10ാം ക്ലാസ് എഴുതിയത്. 3 പ്രാവശ്യം മുട്ട. നീ വന്ന കാര്യം പറ. ഒരു സെന്റ് ഭൂമിയാലും ഇല്ലാത്ത നീ എന്തിനാ ഭൂമി കുലുക്കത്തെ പേടിക്കുന്നത്? അയൽ രാജ്യത്തെ മഹാരാജാവ് യുദ്ധത്തിന് വിളിക്കണമെന്ന്. യുദ്ധത്തിന് ഞാൻ തയ്യാർ. 1000 നാഗങ്ങളുടെ കേൾവിശക്തിയും 500 ആനകളുടെ ആരോഗ്യവും എന്തിനേറെ പറയുന്നു, പരമശിവന്റെ കൈലാസം വരെ പിടിച്ചടക്കാനുള്ള കഴിവ് ഈ പല്ലാൽ ദേവനുണ്ട്. അച്ഛാ, എന്താടാ കുനിഞ്ഞൊരു കുപ്പ എടുക്കാനുള്ള കഴിവില്ല. ഇവനാണ് യുദ്ധത്തിന് പോണത്. യുദ്ധം ഇറങ്ങി പോടാ വെളിയില്. അല്ലെങ്കിൽ ഞാൻ പോവാം, ഇല്ലെങ്കിൽ ഇവ എന്നെ നശക്കി വിടും. വരൂ ദേവസേന, കാത്തിരിക്കുകയായിരുന്നു. നിന്റെ പപ്പ എവിടെ? എനിക്ക് അങ്ങേരെ ഒന്ന് കാണണം. അയ്യോ, പപ്പ ലാട്രിനിലാണ്. അതൊന്ന് പോയത് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോഴും പറഞ്ഞില്ലല്ലോ. കറക്റ്റായിട്ട് ശമ്പളമൊക്കെ അയക്കുന്നുണ്ട്. അയ്യോ, ലാട്രിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ഥലമാ, അല്ലാതെ വിദേശ രാജ്യം ഒന്നും അല്ല. അതെന്താ ഇങ്ങനെ? ചമ്മിയനുള്ള മ്യൂസിക് കിട്ടത്. ദേവസേന, ഞാനൊരു വിജയാണ്. വിജയോ എന്ന് വെച്ചാ? വിജയ് എന്ന് വെച്ചാൽ വികാരജീവി. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. മൂത്ത് നരച്ച് ആ കളവന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? നീ എന്നോട് പറ. എന്തോന്ന്? ഐ ലവ് യു എന്ന്. അയ്യടാ, ഈ മനുഷ്യന്റെ നാണില്ലല്ലോ. ഞാൻ പറഞ്ഞു കൊടുക്കും, അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അളിയ, എനിക്കൊരു സംശയം. ഈ മകിഴ്മതി എന്ന് പേരുള്ള നമ്മളെ നാട് എന്നോട്ടളിയ ഈ മക്കൾ മതി നാക്കിയത്? എടേ, ഇവിടെ 2 കന്നന്തരി പിടിച്ച ചെറുക്കന്മാരുണ്ട്. ഉള്ളത് തന്നെ. ഒരുത്തൻ രാവിലെ തുടങ്ങുവാടി ചെണ്ടടിയാ? ചെണ്ടടിയല്ലാന്ന്, വെള്ളവടിയും തമ്മിലടിയും. എന്നിട്ട് ഇവന്മാർക്ക് 2 പേർക്കും സിംഹാസനം വേണം. അന്ന് അവര് തീരുമാനിച്ച് മക്കൾ മതി. അതിങ്ങനെ പറഞ്ഞ് മക്കൾ മതി എന്ന രാജ്യമായി. പറയും പോലെ നിനക്ക് എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടിയത്? അതെ, പണ്ട് കാലകേയനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ അച്ഛൻ അറാവലയ്ക്ക് അങ്ങോട്ട് തീർന്നു. ആ വേക്കൻസിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എങ്കിൽ ഉടനെ നിന്റെ വേക്കൻസിയിൽ നിന്റെ മോനും ജോലി കിട്ടും. ആന്തരളി അങ്ങനെ പറഞ്ഞത്? അതിനിവിടെ 24 മണിക്കൂർ യുദ്ധമല്ലേ? ഊത്ത് വിളിക്കണ്. എന്തിന്? മാമി വരണമെന്ന്. മക്കൾ മതി ദേശം വാഴും പറഞ്ഞാ കേൾക്കാത്ത പൈലുകളുടെ തള്ള ശിവം മാമി അമ്മ എഴുന്നള്ളുന്നേ. പൂജയ്ക്കുള്ള സാധനമാണോ റാണി? അല്ല, പൂച്ചയ്ക്കുള്ളതാ. മത്തി. അപ്പൊ ഇന്നും മത്തിക്കരുത് തന്നെ കൊട്ടാരത്തിൽ. നശക്കി വിട് ശിവമാമേ. എന്ന് വെച്ചാ? എടാ, കുടംപുള്ളിയിട്ട് പിഴിഞ്ഞു വെച്ചാ 2 പ്ലേറ്റ് ചോറ് കൂടുതൽ തിന്നാന്ന്. തൊത്തിക്കയ്യ, ആ കുട്ടപ്പനെയും കൂടി വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബാബുബലിയുടെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തൂ. അപ്പോൾ എന്റെ മകനെ രാജാവാക്കിയില്ലെങ്കിൽ എല്ലാവരെയും ഞാൻ നസക്കി വിടും. കൊറേ ഒലത്തും. പണ്ട് നാട്ടുകാരെല്ലാരും കൂടി നസക്കി വിട്ടാണ് ഈ കൈ ഇങ്ങനെയായി പോയത്. ശിവമാമി, നിങ്ങൾ എവിടെയായിരുന്നെന്നേ ഇന്നലെ? ഇന്നലെ കൊട്ടാരം നടത്തേക്ക് നമ്മോട് പറഞ്ഞു ആധാറും പാൻ കാർഡും ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇന്നലെ മുഴുവൻ ഞാൻ ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പുല്ലി കളഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. പഴയ സെറ്റല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവും. നമ്മുടെ പടത്തലവൻ കുട്ടപ്പനെ കണ്ടേയില്ലല്ലോ ഇന്ന്. ദൈവമേ 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 ദൈവമേ. എന്തിനെന്നേ രാവിലെ കിടന്ന് ദൈവത്തെ വിളിക്കണത്? രാവിലെ എന്റെ പഴങ്കഞ്ഞിയും ചുട്ട കരുവാടും അടിച്ചു മാറ്റിയവന്റെ തലയിൽ ഇടിത്തി വീഴണേ. ദൈവമേ ദൈവമേ. മാതിപരാഗിയത് നിനക്കുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാതെയല്ലേ നസക്കി അടിച്ചത്. അതിനൊന്നും അവന്റെ കൈക്ക് ഒരു കുരുവില്ല. നിർത്തൂ. ഞാൻ ചഞ്ചലചിത്തയായി. എന്ന് വെച്ചാൽ ആകെ വേവെടുത്ത് നിൽക്കുമ്പോഴാണോ നിന്റെയൊക്കെ പിള്ളേര് കളി? നമ്മുടെ 2 മക്കളിൽ ആരെ രായാവാക്കും? എന്റെ മകൻ. എന്തെന്ന് ചോദിച്ചാൽ എന്റെ മകൻ. നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? പറഞ്ഞുറപ്പിച്ചൂടെ? എന്തായാലും ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഈ 2 പേരിലൊന്നും തൊടൂ. ഈ വിരലിൽ തൊട്ടു. ബാബുബലി. അപ്പൊ മറ്റവരല്ല, അത് സുരേന്ദ്രൻ ബാബുബലി. അയ്യടാ, ബാബുവിനെ രാജാവാക്കണം. ഇത് ശിവമാമിയിൻ കട്ടളை. കട്ടളയായാലും കഥകുവാളിയായിരുന്നാലും ബാബുവിനെ ഞാൻ വിളിക്കും. കുട്ടപ്പ, ബാബുവിനെ വിളിക്കേ. ബാബു ബാബു ബാബു. എന്നെ തള്ള വിളിക്കണ്ട. ഓ, ഇങ്ങനെയാണോ വിളിക്കുന്നത്? ഓ, കീറി പൊളക്കാൻ നിങ്ങളെ കൊണ്ടല്ലേ പറ്റുള്ളൂ. കീറി പൊള. സുരേന്ദ്രൻ ബാബുബലി. അടി
അടിച്ചടിച്ചു വാളുവേ ജവാനടിച്ചു വാളുവേ തലക്കടിച്ചു വീഴണേൽ ജവാനടിച്ചു വാളുവേ അടിച്ചടിച്ചു വാളുവേ ജവാനടിച്ചു വാളുവേ തലക്കടിച്ചു വീഴണേൽ ജവാനടിച്ചു വാളുവേ ആരിവൻ കുപ്പിൻ തൂക്കി പോയിടുന്നേ പൈതൽ പോലെ തോളുമേലെ കുപ്പിൻ കൊണ്ടുപോയിടുന്നു കണ്ണ് രണ്ടും ചുവക്കണേ കയ്യും കാലും വിറക്കണേ ജവാൻ തന്നെ വാങ്ങിച്ചിട്ട് തന്നെ താനെ കുടിച്ച് തീർത്ത് വെളിവില്ലാതെ നടക്കുന്നേ സുരേന്ദ്രൻ ബാബുബലി സുരേന്ദ്രൻ ബാബുബലി സുരേന്ദ്രൻ ബാബുബലി എന്താണ് കിടന്ന് കീറണത്? ബാബു നിന്റെ കൈ മുറിഞ്ഞിരിക്കുന്നല്ലേ? അമ്മയെ കടിക്കാൻ വന്ന തേളിനെ പിടിച്ചപ്പോഴാണോ കൈ മുറിഞ്ഞത്? അതൊന്നുമല്ല, രാവിലെ കാപ്പ് കുടിച്ചിട്ട് കൈ ഇടാൻ വെള്ളമില്ലായിരുന്നു. അടുക്കളയിലെ കട്ടളയിൽ കൈവച്ച് ഒരു തേപ്പ് പന്നപ്പെട്ടി ഒരു ബ്ലൈഡ് കുരുത്ത് വെച്ചിരുന്നമ്മ അതിൽ നൈസായിട്ട് കൈ കീറിപ്പൊളന്ന് വിത്ത് 6 സ്റ്റിച്ച്. അത് ശിവമാമിയിൻ കട്ടളை. അസക്ക് വിട് ശിവമാമി. അപ്പോ എന്റെ മകൻ രാജാവാക്കാൻ പറ്റിയ സാധനം. കുട്ടപ്പ മാമ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു യുദ്ധം ചെയ്യാം. ഇങ്ങനെ കൊണ്ട് തോറ്റല്ല, നാക്കി നരയ്ക്കും പോലെ നരച്ചില്ലേ ഉവ്വ. 24 മണിക്കൂർ യുദ്ധം തന്നെ. നിനക്ക് ബോറടിക്കുന്നില്ലേ ഉവ്വ? രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്ത് ചാകണം. നിങ്ങൾ യുദ്ധം ചെയ്താ മതി, ചത്തോളും. എടാ നിന്റെ മൊബൈലിൽ ബ്ലൂ വെയിലുണ്ടോ? ഉണ്ടല്ല, എക്സെൻഡർ ഓൺ ചെയ്. ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ മാവന്? അതല്ലടാ, ഇത് ചാവണ കളിയടാ. ഇതും ചാവണ കളി തന്നെ. ചത്തതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നിന്റെ അച്ഛൻ എന്നടേ ചത്തത്? എന്നെ പെറ്റ ദിവസം തന്നെ അച്ഛൻ ചത്ത്. 2 ദുരന്തം ഒരേ ദിവസം നടന്നല്ലേ? ബാബു, റാണി വരുന്നു. പച്ച തീയല്ല, പച്ച തെറി വിളിക്കും ഞാൻ. എവിടെയായിരുന്നു നീ? ഞാൻ ബാബുവിനോട് പിണക്കോ. എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നെന്ന് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. എന്തിനു നോക്കണം? ബാബു എന്നെ ആദ്യമായി കണ്ടപ്പോ എന്നിലെ എന്താണ് താങ്കളെ ആകർഷിച്ചത്? സംശയമുണ്ട്. നിന്റെ പല്ലുകൾ. ആണോ? അത്രയ്ക്ക് ഇഷ്ടമാണോ എന്റെ പല്ലുകൾ? എനിക്ക് മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ ഞാൻ ഇത് മാറ്റി സ്വർണ്ണപ്പല്ല് വെച്ചാലോ? സെപ്റ്റിക് ടാങ്ക് ആരെങ്കിലും സ്വർണം കൊണ്ട് കെട്ടിയ ചരിത്രം ഉണ്ടാടി. ഈ ബാബുവിന്റെ ഒരു തമാശ. എപ്പോഴും എന്നെ കളിയാക്കല്ലേ? പഴയ സ്നേഹം ഇപ്പൊ ഇല്ല. ആര് പറഞ്ഞില്ലെന്ന്? ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട്. ശരിക്കും? ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ച പോലെ. അതെയോ? എങ്കിൽ താജ്മഹലിന്റെ പണി എന്ന് തുടങ്ങും? സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, മേശരിയെ റെഡിയാക്കി. നിന്റെ 16 അടിയന്തര എന്നാണോ അതിന്റെ പിറ്റേന്ന് തുടങ്ങും പണി. ഇതൊക്കെ ആലോചിക്കുമ്പോ എന്റെ മൂഡ് പോയി. എന്നാ ഈ മൂഡൌട്ട് ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. എന്നെ ഉറക്കി കിടത്തിയിട്ട് വേണം ഇവിടെ നാടി പൊളക്കല്ലടി കണ്ണ. ബാബു, ബാബു, എന്തിരുവാ? അയൽ രാജ്യത്തെ രാജാവ് യുദ്ധത്തിന് വിളിക്കണം. നമുക്ക് പോയാലാ? കണ്ണി കണ്ട ഉടനെ യുദ്ധം, വേലവിളി യുദ്ധം. ശരി, യുദ്ധം വേണ്ടെങ്കിൽ വേണ്ട. വേറൊരു കൊട്ടേഷനും കൊണ്ടാ ഞാൻ വന്നത്. ആരെ തട്ടാ മാമ? നിന്നെ തട്ടായി. കൂടെ നിന്നിട്ട് ഒരു വാരി. എടാ ഉള്ളത് ശിവമാമി ആ തൊത്തിക്കയ്യനും കൂടെ നിന്നെ തട്ടായി എനിക്ക് 20,000 രൂപ തന്ന്. 20,000 രൂപയെ? എനിക്ക് അത്രയും വിലയുള്ളൂ മാമ. അവർ 5,000 പറഞ്ഞത്. ഞാൻ പറഞ്ഞ് കാല് പിടിച്ച് 20 ആക്കി. നീ ധൈര്യമായിട്ടിരി, നിന്നെ ഞാൻ തട്ടേന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ പാതി എടുക്കാം. നിനക്ക് 10, എനിക്ക് 10. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ച് ജീവിക്കാം. ഓക്കേ? കൊള്ളാം നിങ്ങളുടെ പ്ലാനിങ്. രണ്ടുപേരും ക്ഷീണിച്ചു നിൽക്കല്ലേ? ആദ്യം ഇത് കുടിക്ക്. ഇങ്ങനെ നേരെ. എടി മൂദേവി, നീ എന്തോന്നടി കലക്കിക്കൊണ്ട് വന്നത്? പോയിസൺ. പായസോ? പായസമല്ല, പോയിസൺ. വാഴക്കിടാൻ വെച്ചിരുന്ന ഉഗ്രൻ ഫ്യൂരിഡാൻ. ഈ മൊട്ട കിളവൻ ഇങ്ങനത്തെ കന്നന്തരിവ് കാണിക്കുമെന്ന് അവർക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടേ നിങ്ങളെ തട്ടാനുള്ള കൊട്ടേഷൻ നേരത്തെ അവരെനിക്ക് തന്നിരുന്നു. എന്തായാലും ആ കള്ളക്കളവി നമ്മളെ കൊല്ലാൻ നോക്കിട്ട് നടന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മാമ? ബാബു, നാളെ 1-ാം തീയതി, മറ്റന്നാ 2-ാം തീയതി ഗാന്ധി ജയന്തി, അതിന്റെ പിറ്റന്ന് ഹർത്താൽ, അത് കഴിഞ്ഞാൽ ഓഡിറ്റ്. അങ്ങനെ ടോട്ടലി 4 ദിവസം വിവറേജ് അവധിയാണ്. അത് മുന്നിൽ കണ്ടിട്ട് നമുക്ക് രണ്ടുപേർക്കും അടിക്കാൻ വേണ്ടിട്ട് കുറച്ച് സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അതടിച്ചങ്ങ് ചാവാടാ. മദ്യവെച്ചോ ചാവോ മാമ? പിന്നല്ലാതെ. എടാ, മദ്യം വിഷമാണ്, കുടിക്കാൻ വിഷവുമാണ്. സ്ഥിരമായിട്ടൊരു 15 വർഷം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം പ്ലിക്കാ പ്ലിക എന്ന് വെച്ചാ കട്ട പുകയെന്ന്.
വലിയ മുതൽ മുടക്കില്ലാതെ ബാഹുബലി 3 കണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ പറയുന്നത് സന്തോഷം വേണം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ്? അടിപൊളി. അപ്പൊ ഇവർക്ക് വേണ്ടി കൈയടിക്കുന്നതിന് മുമ്പ് നമ്മുടെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ടീമിന് വേണ്ടിയിട്ട് ഒരു കൈയടി കൊടുക്കണം. ഇവരെ ഈ ഒരു അപ്പിയറൻസിൽ ഇവിടെ എത്തിച്ചത് കൊണ്ടാണ് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്. അപ്പൊ മൊത്തത്തിൽ ഞങ്ങൾക്കൊരു സിനിമ കണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാം, നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു നെൽസൺ ചേട്ടാ? വളരെ ഗംഭീരമായിരുന്നു. വേഷവിധാനങ്ങളായാലും നിങ്ങളുടെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിരുന്നു. വളരെ നന്ദിയിരുന്നു. ഉല്ലാസ് ചേട്ടാ? ബാഹുബലി 3 തകർത്തു. അത് ബിജിദാസ് അല്ലേ? കട്ടപ്പ അല്ലേ? ആ മനുഷ്യനെ തിരിച്ചറിയുന്നില്ല കേട്ടോ. ആ മനുഷ്യന്റെ രൂപം ഇതല്ല. അപ്പം ബിജിദാസ് വിജയിച്ചു. വിജയിച്ചു, സക്സസ് ആയി. അപ്പൊ കോസ്റ്റ്യൂമിനും ആർട്ടിനും നല്ലൊരു കൈയടി. അശ്വതി പറഞ്ഞു. ഇതിന്റെ തുടക്കത്തില് ഇതിന്റെ നമ്മുടെ ടൈറ്റിൽ സൂപ്പറായിരുന്നു. ടൈറ്റിൽ അതിനകത്ത് ഡബ് ചെയ്തതൊക്കെ ഗംഭീരമായിരുന്നു. അതിനകത്തെല്ലാം ഹ്യൂമർ വർക്കൗട്ടായി. മൊത്തത്തിൽ എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാവരും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായി, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി. അതുകൊണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഇവർക്ക് നമുക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? 4 stars ആണ് ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഓഡിയൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് പാലക്കാട് ജ്വൽസ് സമ്മാനമായി തരുന്ന 1 gram ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. ഈ സമ്മാനങ്ങൾ ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉല്ലാസ് ചേട്ടനെയും നെൽസൺ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. നമ്മൾ അടുത്തതായിട്ട് ഒരു 1 man ഷോയിലേക്കാണ് പോകുന്നത്. ഇന്ന് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത് ആരോമൽ ചന്ദ്രൻ. ആരോമൽ ഉണ്ണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആരോമൽ ചന്ദ്രൻ എന്നുള്ള പേരിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഒരു എന്തൊരു ഓമനത്വം തോന്നുന്നൊരു പേരാണ്. സ്വഭാവം അങ്ങനെയാണോ? കുറച്ചൊക്കെ അങ്ങനെ. ആരോമൽ എന്ത് ചെയ്യണു? ഞാൻ ഇപ്പോൾ ഡിസൈനറാണ്, ആൽബം ഡിസൈനറാണ്. ആൽബം ഡിസൈനറാണ്. ഓക്കെ. കല്യാണ ആൽബങ്ങളൊക്കെയാണോ? അതെ അതെ. എന്താണ് കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് മലയാളത്തിന്റെ യൂത്ത് ഐക്കൺ പൃഥ്വിരാജിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കും. പൃഥ്വിരാജ്. യെസ്. You know, I was originally a charcoal artist. വെളുത്ത ക്യാൻവാസിൽ കറുത്ത വരകൾ മാത്രമായിരുന്നു ജെയിംസ് എന്ന ആർട്ടിസ്റ്റ്. Till I discovered my first color. ഞാൻ തിരിച്ചറിഞ്ഞ ആദ്യത്തെ നിറം ഹാലിസാണ്. അവളുടെ പ്രണയമാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഞങ്ങളുടെ സന്തോഷമാണ് താനെ കാണുന്ന എൻ്റെ ആർട്ട്. അത് നഷ്ടമായതിൽ പിന്നെ എത്ര രാത്രികൾ ഞാൻ ഇതിനകത്ത് വന്നൊരു ബ്ലാങ്ക് ക്യാൻവാസിന് മുന്നിൽ വെറുതെ ഇരുന്നിട്ടുണ്ടെന്നറിയോ? I just can't paint anymore. Thank you. അടുത്ത ശ്രീ മനോജ് കെ ജയന്റെ ശബ്ദം. ബോംബെ വാല ഫാൻഡം പൈലി താഴടിവാരം മുതൽ കേട്ടു തുടങ്ങിയതാ നിന്റെ ഈ പേര്. കൊള്ളാം. നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും കളരിച്ചുവിടും അഭ്യാസങ്ങളും പിഴയ്ക്കാത്ത കളരിക്കൽ ചെമ്പ. നിനക്കെന്താണ് വേണ്ടത്? ഞാൻ വെറും ഒരു ബ്രഹ്മചാരി. നിന്റെ അത്ര അഭ്യാസങ്ങളും ആമുറകളും ഒന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ആയുധങ്ങളുമില്ല. എന്നെ വെറുതെ വിട്ടൂടെ ചെമ്പ? എന്നെ ഉപദ്രവിക്കരുത്. കഴിഞ്ഞതെല്ലാം നീ മറക്കണം. ത്രാണശക്തിയിൽ അഗ്രഹണീയനായ നിന്റെ മുന്നിൽ ഞാൻ ആരുമല്ല. ചെമ്പ ചെമ്പ ചെമ്പ. താങ്ക് യു. അടുത്തതായിട്ട് സുരാജേട്ടന്റെ ശബ്ദം. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ ചിത്രത്തില് സുരാജേട്ടൻ വ്യത്യസ്തമായ ഇമോഷണൽ സീനാണ് ചെയ്തത്. അപ്പൊ അതില് വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സാറേ, എൻ്റെ മോളെയും കൂടെ കൊണ്ടാണ് ഇവിടെ പോയത്. എൻ്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. സാറേ, ഞാൻ ഇന്നേ വരെ എവളെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഞാൻ തയ്യാറാണ്. സിന്ധു, നീ പോണെങ്കിൽ പൊക്കോ, പക്ഷെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. സനല്ലേ, തമാശക്കാണെങ്കിൽ പോലും ആരടുത്തും ഇങ്ങനൊന്നും പറയല്ലെന്ന് പറയണം. ഒരു ശബ്ദം കൂടി ചെയ്തുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ശ്രീ ദുൽഖർ സൽമാന്റെ ശബ്ദം. ദുൽഖർ സൽമാന്റെ ശബ്ദമാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത്. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ്. അതെടാ, ഞങ്ങൾ തെരുവോട്ടികളെ, തെരുവ് പട്ടിയെ കുടമകളില്ല. പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റ കെട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നത് കമ്മട്ടിപ്പാടത്തിൻ്റെ ചതുപ്പിലാണ്. അത് കെട്ടിപ്പൊക്കെ സിമൻറ്റും കല്ലും കൊണ്ടൊന്നുമല്ല, നല്ല കറുത്ത കട്ട പിടിച്ച ചോര കൊണ്ട്. ഗംഗയുടെയൊക്കെ ചോര. ചോരയ്ക്ക് ചോര വിളി കേൾക്കണ. താങ്ക് യു.
അപ്പൊ കഴിഞ്ഞു 4 സ്റ്റാർസ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ? സൂപ്പറായിരുന്നു. പിന്നെ ആരോമലോട് പ്രത്യേക അഭിനന്ദനം പറയാം. പൃഥ്വിരാജിന്റെ സൗണ്ട് ഏത് മിമിക്രിക്കാർ പറഞ്ഞാലും എടി ചങ്ങനശ്ശേരിക്കാരൻ അങ്ങനെ ഡയലോഗില്ലേ, അതായിരുന്നു. പക്ഷെ ഇത് വെറൈറ്റി ആയിട്ട് ഇതുവരെ ആരും ഈ ഡയലോഗ് ഇത്രയും നീളമുള്ള ലെങ്തി ഡയലോഗ് പറഞ്ഞില്ല. അതുപോലെ മനോജ് കെ ജയൻ ചേട്ടന്റെ സൗണ്ടും നല്ല ലെങ്ത് ഉള്ള ഡയലോഗ്, ഒത്തിരി വോയിസ് മോഡുലേഷൻ ഉള്ള ഒരു ഡയലോഗ്, അത് അതൊക്കെ സൂപ്പറായിട്ട് യഥാർത്ഥത്തിൽ അതും മനോജ് കെ ജയന്റെയും ജയൻ ചേട്ടന്റെ സൗണ്ടും പറഞ്ഞത് വെറൈറ്റി ഡയലോഗാണ്. ഇതുവരെ ആരും പറയാത്ത മറ്റേ പാപ്പി അങ്ങനെയുള്ള വേറെ ഡയലോഗ് പോർഷൻ മാത്രമേ എല്ലാവരും മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഇത് മറ്റേത് അനന്തഭദ്രത്തിലെ ഡയലോഗ് അതും ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്. പിന്നെ നല്ല വൃത്തിയായിരുന്നു ചെയ്തതെല്ലാം, കറക്റ്റ് ആയിട്ട് ഡയലോഗ് വൃത്തിയായിട്ട് നല്ല ക്ലീൻ ആയിട്ടായിരുന്നു ചെയ്തത്. പിന്നെ ഉപദേശം തരാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ഫലം ദൈവം തരും. അപ്പൊ നല്ലൊരു കൈയടി കൂടി കൊടുത്ത് നമുക്ക് ആരോമലിനെ തൽക്കാലം ഇവിടുന്ന് പറഞ്ഞുവിടാം. ഓക്കെ ആരോമൽ, താങ്ക് യു സോ മച്ച്.
ലൈറ്റ് ഓഫ് ചെയ്തേക്കുന്നത് ഇവിടെ ഓൺ ചെയ്യരുത്. ആരുടേത് ലൈറ്റ് ഓൺ ചെയ്യരുത്. ലൈറ്റ് ഓൺ ലൈറ്റ് ചെയ്യ്. ഓൺ ആക്കി ഓൺ ചെയ്യരുത്. ഓൺ ചെയ്യ്. ഇതാരുടേത്? ഏതവരാണ്? ആരാണ്? ഇരുട്ടത്ത് വലിഞ്ഞു കയറി ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന ആരാന്ന്? താനാരടോ? നിങ്ങളോടല്ലേ ഏതവരാണ് ലൈറ്റ് ഓൺ ചെയ്തത്? ലൈറ്റ് ഓഫ് ഓൺ ചെയ്തതാരാടാ? ലൈറ്റ് ഓഫ് ചെയ്ത ആരാണ്? അത് ഞാനാണ്. എന്തിനാ എന്റെ ഒരു കലാപ്രകടനം കാണിക്കാൻ. കലാപ്രകടനം ഇരുട്ടത്താണോ നടത്തുന്നത്? ആ ഇരുട്ടത്ത് അവതരിപ്പിക്കുന്ന കലാപ്രകടനം. അതെന്ത് കലാപ്രകടനമാണ്? മോഷണം. അത് ശരി, അപ്പൊ കള്ളനാണോ? മോഷണം എന്തൊരു കലയല്ലേ? ആണ് കല. ദേ ഇത് കണ്ട, ഈ ചാനലിന്റെ പ്രൊഡ്യൂസറുടെ റൂമിൽ കയറി അവിടെ തലമാരേന്ന് മോട്ടിച്ചോണ്ട് വന്ന ചെക്കാണിത്. പിള്ളേർക്ക് കൊടുക്കാനുള്ള സംഭവമാണ് ഇത് ചെക്ക്. അളിയതേത് വാങ്ങിക്കൊടുത്ത മാറാൻ പറ്റുള്ളത്? ഇതുപോലെ കൊണ്ടുകൊടുത്താൽ മതി, മാറി തരും. ആ അങ്ങനെ കലാകാരൻ. ഹലോ, ഭയങ്കര കലാകാരനാണല്ലേ? അതെന്തേ? ഈ സെലിബ്രിറ്റി സിറ്റി ഇരിക്കും. അയ്യ അങ്ങനെ കൂടുതൽ വർത്താനം പറയല്ലേ. അതെന്താ? നിങ്ങളെക്കാട്ടും വലിയ സെലിബ്രിറ്റിയാണ് ഞാൻ. ഞങ്ങളെ പോലുള്ള കള്ളന്മാർ. അതെങ്ങനെയാവും? കള്ളന്മാരെങ്ങനെ സെലിബ്രിറ്റി ആവും? ഈ ലോകത്തുള്ള എല്ലാ വീട്ടുകാരും നേരെ ഇരുട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരെ കുറിച്ചാ? കള്ളന്മാരെ കുറിച്ച്. നിങ്ങളെ കുറിച്ചല്ലല്ലോ. അതുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഞങ്ങളാ. ഇതൊക്കെ രാത്രി കാലങ്ങളിൽ എവിടെ നോക്കിയാലും ഒരു നിഴല് പോലെ ഞാനുണ്ടാവും. അതിപ്പോ പകലും അങ്ങനെ തന്നെയാണ്. വലിയ മെച്ചമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കത്തിയായി പോയി വെച്ച് കേട്ടി തന്നേനെ ഞാൻ. അത് ശരി, അതും ഡ്യൂപ്ലിക്കേറ്റാ. എടാ നിങ്ങളെ പോലുള്ളവരെ ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിക്കുള്ളൂ. ഈ കേരളത്തിലുള്ളവര്. തമിഴ്നാട്ടിലോട്ട് ചെന്ന് നോക്കണം. അവിടെ ഞങ്ങളുടെ പേര് കേട്ടാ ഞെട്ടും. തിരുടൻ. മുരുകാ എന്ന് വിളിക്കുന്ന പോലെ തിരുടാ. അത് കേൾക്കാൻ ഒരു രസമാ കേട്ടോ. അതുകൊണ്ട് ആ വർത്താനം പറയല്ലേ. അത് ശരി. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കള്ളനെ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. സത്യം, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കള്ളിയെ നേരിട്ട് കാണുന്നത്. കറക്റ്റ് അല്ലേ? അത് സത്യം കേട്ടാ. ആണാ? ചേട്ടാ കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണോ? ഇല്ല, ഒരുപാട് പേര് നാട്ടുകാരും വീട്ടുകാരും എല്ലാം നിർബന്ധിച്ച് ഞാൻ കല്യാണം കഴിച്ചു. ഈ കള്ളന്മാരുടെ ശീലം എന്താ? എന്താണ്? അടിച്ചു മാറ്റിയാണല്ലോ ശീലം. അടിച്ചു മാറ്റിക്കൊണ്ടത് അടിച്ചു മാറ്റി. 2 പിള്ളേരുണ്ട്. മൂത്ത മോൻ ജയിലറ. ഓ, കള്ളനാണെങ്കിൽ എന്താണ്? മക്കളെ പഠിപ്പിച്ച് ജയിലറാക്കി. അത് വലിയ കാര്യം കേട്ടോ. അത് വലിയ കാര്യം. അങ്ങനെ തന്നെ വേണം, മാതൃകയാകണം. ആ ജയിലറല്ല, പിന്നെ ജയിൽ എന്ന അറയില. അപ്പൊ മോനും കള്ളനാണ്. പിന്നെ ഒരേ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ മോള് പോളിടെക്നിക്. മോളെ എന്തായാലും, മോനോ ജയിലിലായി, മോളെങ്കിലും പോളിടെക്നിക് വരെയൊക്കെ എത്തിയല്ലോ, വലിയ കാര്യം. അങ്ങനെ വിചാരിച്ചാ മതി. ഞാൻ പോളിടെക്നിക് എന്നല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇളയ മോള് പേളി. ഇച്ചിരി ടെക്നിക്കാണ്. സമാധാനക്കേടേ ഉണ്ടാകത്തുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തോ ചേട്ടൻ എവിടെ നീ മോഷണം പഠിച്ചേ? മോഷണം പഠിച്ചത് ഞാൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എറണാകുളം NG യൂണിവേഴ്സിറ്റി. സെക്കൻഡ് ലാംഗ്വേജ് മോഷണമായിരുന്നു. അതിന് ഗ്രാജുവേറ്റ് എടുത്ത് ഡിപ്ലോമ എടുത്ത്. ഇതെന്ത് അതൊന്നും അല്ല. ഇത് ഞങ്ങളെ പോലുള്ള കഴിവ് കെട്ടവർക്ക് കിട്ടണ ഒരു കഴിവ്. കഴിവ് കെട്ടവർക്ക് കിട്ടണ ഒരു കഴിവാ. മനസ്സിലായ? ശരിക്കും നിങ്ങളുടെ വഴികാട്ടി ആരാണ്? പോലീസുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പാതിരാത്രി മോഷിച്ചിട്ട് ഞങ്ങൾ ഓടുമല്ലോ. ഓടുമ്പോ നാട്ടുകാർ ജസ്റ്റ് പോലീസിനെ വിളിച്ച് പറയും. പോലീസുകാർ ഞങ്ങളുടെ പുറകെ ഓടി വരും. അപ്പൊ ഈ പോലീസുകാരുടെ ഇത്ര നീളമുള്ള ഒരു ടോർച്ച് ഉണ്ട്. ഒരു 1.5 കിലോമീറ്റർ നീളത്തിൽ പോയി അതിന്റെ വെട്ടം. ഞങ്ങൾ ഓടി പോലീസിനെ വിട്ടിട്ട് ഞങ്ങൾ ഓടി 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 എവിടെയെങ്കിലും ചെന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ മാർഗം തെറ്റി ഇങ്ങനെ നിൽക്കും. പോലീസ് എവിടാം എവിടാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ടോർച്ച് ഇങ്ങനെ ചുറ്റും അടിക്കുമ്പോ കറക്റ്റ് വഴി ഞങ്ങൾക്ക് മനസ്സിലാവും. ആ വഴി ഒരു ഒറ്റ വിടല. അതുകൊണ്ടാണ് ഈ പോലീസുകാരാണ് ഞങ്ങളുടെ വഴികാട്ടി എന്ന് പറയണത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും നാട്ടുകാർ പിടിച്ചിട്ടുണ്ടോ? നാട്ടുകാർ എന്തെങ്കിലും ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടോ? ഒറാശോ? കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് ജസ്റ്റ് ആ ഒരു ആനയെ അടിച്ചു മാറ്റി. എന്തേ ആന അടിച്ചു മാറ്റിക്കൂടെ? അതെങ്ങനെ? പക്ഷെ ആനയെ അടിച്ചു മാറ്റി നാട്ടുകാരും പോലീസുകാരെല്ലാം വന്നപ്പോ ഈ ആനയെ എവിടെ ഒളിപ്പിക്കും? അതില് ഞാൻ പെട്ടുപോയി. അതില് പെട്ടുപോയി. അവസാനം നാട്ടുകാർ വന്നപ്പോ ഞാൻ സറണ്ടർ എന്ന് 2 പ്രാവശ്യം പറഞ്ഞ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആന ചവിട്ടിയതാണോ നാട്ടുകാർ തന്നെയാണോ ഒരു പിടുത്തമില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. തനിക്ക് നാണല്ലോ ഇങ്ങനെ വല്ല അന്യ ആൾക്കാരുടെ മുതലേ മോഷ്ടിച്ച് ജീവിക്കാനായിട്ട്. ജോലിക്ക് പോയിക്കൂടെ? ഉല്ലാസം എന്നല്ലേ പേര്. ഉല്ലാസ് പറഞ്ഞാൽ ഞാൻ കേൾക്കും. പക്ഷെ ആ ഇരിക്കുന്ന സെലിബ്രിറ്റി ഇല്ലേ, നെൽസൺ ശൂരനാട്, ഞാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. അതെന്താ ഞാൻ പറഞ്ഞ കേൾക്കാം? ഞാൻ ഇതിന് മുമ്പ് ഇയാളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ്? അതെങ്ങനെ ഇയാള് കിടന്നുറങ്ങുമ്പോ എന്നെ എങ്ങനെ കാണുന്നത്?
ഞാൻ കഴിഞ്ഞ ആഴ്ച ഇയാളെ വീട്ടിൽ മോട്ടിക്കാൻ വന്നായിരുന്നു. അത് ശരി. അപ്പൊ എന്റെ വീട്ടിൽ വന്ന് മോട്ടിച്ചായിരുന്നു. പിന്നെ ഈ പുള്ളി സെലിബ്രേറ്റ് ചെയ്തുള്ള മാത്രമല്ല ഇങ്ങനെ കിടന്ന് ഉറങ്ങണ കാണണം ഡബ്ല്യു പോലെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, മുണ്ടൊന്നും ഇഷ്ടമല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാലോ, ആ ക്ലോക്കിന് ബാറ്ററി മേടിച്ചിട്ടുണ്ടാ കേട്ടോ. അതെന്ത്? നിങ്ങളെ വീട്ടിലെ ക്ലോക്കിന് എന്താ അതെന്താണ്? മെനഞ്ഞാണ് ഞാൻ മോട്ടിക്ക് അവിടെ ചെന്ന് ഞാൻ അവിടെ നോക്കിയപ്പോ കാണാം ക്ലോക്കിൽ 12:30. അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് ടൈം ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ദിവാജി കൊട്ടിൽ ജസ്റ്റ് ഒന്ന് കിടന്ന് മയങ്ങിപ്പോയി. എണീറ്റ് നോക്കിയപ്പോ നേരം വെളുത്ത്. ഞാൻ രക്ഷപ്പെടാൻ പെട്ട പാട്. ക്ലോക്കിൽ നോക്കിയപ്പോ അപ്പോഴും 12:30. നിങ്ങളുടെ വീട്ടിൽ ഒരു മനുഷ്യൻ മോട്ടിക്കാൻ വരുമ്പോൾ നേരം 12:30 ഈ പുള്ളിയെല്ലാം പിടിക്കാനൊന്നും വന്നില്ല. അതാ ചോദിച്ചത്, നീ എവിടെ ഞാന് നീ എന്താ വിചാരിച്ചിട്ട് എന്നെ പറ്റി? ഇവിടെ യവൻ കയറി വരുന്ന പോലെ ഞാൻ അവനെ വാച്ച് ചെയ്തോണ്ടിരിക്കുക. പിന്നെ ഞാൻ കണ്ടു നീ വരുന്നത് വന്നിട്ട് യവൻ ഞാൻ ക്ലോക്കിൽ നോക്കുമ്പോ 12:30. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ സാധനം എടുക്കുക തൊണ്ടിയോടി പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇവൻ എടുത്തിട്ട് വരട്ടെന്ന് പറഞ്ഞ് നോക്കി കിടക്കുന്ന സമയത്ത് അറിയാതെ കണ്ണെന്ന് മയങ്ങിപ്പോയി. ഞാൻ കണ്ണ് തുറന്നപ്പോൾ നേരം എടുത്തു. ഞാൻ ഓടിച്ചെന്ന് ക്ലോക്കിൽ നോക്കി, അപ്പോഴും 12:30. അതുകൊണ്ടാ പറഞ്ഞത് ചത്തിരിക്കണ ക്ലോക്കാന്നേ. ഒരു ബാറ്ററി എടുത്തിട്ട് ടൈം കൗണ്ട് ചെയ്ത് എനിക്ക് പോണ്ടേ? ഓക്കേ, സർക്കാർ വണ്ടി വന്ന് അതിലേ പോകും. അതിന്റെ ഒരു വെയിറ്റ് ഉണ്ട്. പക്ഷേ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ലൈറ്റ് ഓഫ് ചെയ്താലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ. അങ്ങനെ പോയാൽ മതി, വെട്ടത്തിലൂടെ പോയാൽ മതി. ലൈറ്റ് ഓഫ് ചെയ്യണം. ചേട്ടാ അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് പോട്ടെ, ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് അങ്ങനെ പറയണ്ട. ഈ കള്ളന്മാരൊക്കെ അമ്മമാരൊക്കെ പട്ടാ പകല് തന്നെ ലൈറ്റ് വെട്ടത്തിൽ തന്നെ പോയാൽ മതി. ആൾക്കാർ കാണട്ടെ ഇവനെ പോലീസ് പിടിക്കുന്നു. അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോട്ടെ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്നും പറയണ്ട. ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇയാള് വെട്ടത്തൂടെ പോയാൽ മതി. നിന്നെ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ കാണട്ടെ, പയ്യന്മാരെല്ലാം കാണട്ടെ, നാട്ടുകാർ കാണട്ടെ. ഇല്ല പകൽമാന്യനായിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാൻ. വെളിച്ചത്തൂടെ പോയാൽ മതി. താൻ കൂടുതൽ സംസാരിക്കണ്ട. ഈ കുട്ടിയില്ലേ, പേരെന്താ? അശ്വതി. അശ്വതി ഇപ്പൊ സംസാരിച്ചപ്പോ കേട്ടു. അത് നല്ല മനസ്സാ, നല്ല മനസ്സിന്റെ ഉടമയാണ്. ഉടമയാണ്, ഭാഗ്യവതിയാണ്. ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഭാഗ്യവതിയാണ്. ഞാൻ ഭാഗ്യവതിയാണ്. ഭാഗ്യവതിയാണ്. അങ്ങനെ പറയാൻ ആനങ്ങാണ പറഞ്ഞു ഇവിടെ ആരെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ആ കഴുത്തി കിടക്കണ 2.5 പവന്റെ മാല എന്റെ വീട്ടിൽ ഇരുന്നേനെ. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡ്.